ഹായ് അസ്സലാമു അലൈക്കും. എന്താ പാട്? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് ബ്രെഡ് വെച്ചിട്ട് തേങ്ങൻ്റെ ഒക്കെ ഒരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാം 4 മണി ചായക്കൊക്കെ. ഇനിയിപ്പോൾ നമ്മളോട് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. അടിപൊളി ടേസ്റ്റാണ്, ആർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 5 മുട്ടയാണ് എടുത്തുക്കണം. പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അരമുറി തേങ്ങ ചിരകിയത്, ബ്രെഡ്, പഞ്ചസാര, ഇതൊക്കെ കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് അളവ് വലിപ്പം കൂട്ടുന്നതിനനുസരിച്ച് സംഭവം അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടേ ആദ്യം ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ലേശം നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നെയ്യിലേക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എന്താ ഇപ്പോൾ എല്ലാവരും വീട്ടിലെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും നോമ്പൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ സ്കൂൾ പൂട്ടിയിട്ടുള്ള എല്ലായിടത്തും നല്ല കലപിലാണ് ഇക്കാരല്ലേ. എല്ലാവരുടെ വീട്ടിലും മക്കൾ സ്കൂളില്ലാതെ ഇപ്പോൾ തല്ലും പൊടിയും ഫോണിലുള്ള തല്ലും എല്ലേതും പഠിക്കണം എല്ലാവരുടെ വീട്ടിലും. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയതൊന്ന് ഇട്ട് കൊടുത്തിക്കണം. ഇനി അതും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടോ. ഒരു ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവണ വരെ ഒന്നും പാടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ. ഇതൊരു ഗോൾഡൻ കളർ ആയി കിട്ടും വേണം. അപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡൻ കളർ ആയി വന്നിക്കണം കേട്ടോ. ഈ രീതിയിലാകുമ്പോഴാണ് ഇതിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് കേട്ടോ. തേങ്ങ വെണ്ണും പടി ഇങ്ങനെ കടിച്ച് കഴിക്കുമ്പോഴേ. അപ്പോൾ തീയൊന്ന് ഓഫാക്കിക്കണം കേട്ടോ. ഇതൊന്ന് ചൂടാറാൻ മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതിലേക്ക് 5 മുട്ട ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഒന്ന് പൊട്ടിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിക്കുന്നത്. ഇനി ഈ മുട്ടകൾക്ക് ആവശ്യത്തിനും പഞ്ചസാര നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ഏലക്കായ ഒന്ന് പൊടിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലൊന്ന് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. പഞ്ചസാര ഒന്നും പാടിക്കൊന്ന് അലിയാണ്ട്. അപ്പോൾ ഒന്നും പാടിക്ക് ഞാനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിരിക്കും. അതിന് ശേഷം ഇത് കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു പാത്രമാണ് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്തുക. നെയ്യ് കട്ട കുത്തിക്കാണ്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗമൊക്കെ ഒന്ന് ഞാൻ തടവി കൊടുത്തിക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിയിൽ മുക്കിയതിന് ശേഷം ഈ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കട്ടോ. ഒന്ന് അടുക്കടുക്കായിട്ടൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്തൊക്കെയാണ് എല്ലാവരും വീട്ടിലത്തൊക്കെ വിശേഷങ്ങൾ? പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീട്ടിലൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു യൂട്യൂബിൻ്റെ ഒരു ക്ലാസ് കിട്ടിയിട്ടാ. യൂട്യൂബിൻ്റെ എഡിറ്റിംഗ് ക്ലാസ്. ഇത് കുറേ നമ്മൾ എന്തൊക്കെ കാട്ടിയിട്ടൊക്കെ വീഡിയോ ഇടൽ ചെയ്യുന്ന ആദ്യമൊക്കെ. ഇപ്പോഴാണ് അവരൊരു ക്ലാസ് കിട്ടിയത്. അപ്പോൾ നല്ലൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇത് ബ്രെഡ് ഒന്നാകെ അതിൽ വെച്ച് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് അതുപോലെ ഇതേ അളവിലിങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ഉണ്ടല്ലോ തേങ്ങൻ്റെ, അത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തൊന്നും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഫുള്ളൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം അതിലൊരു 3 ടീസ്പൂണോളം ഞാനതൊന്ന് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി ഈ മുട്ടൻ്റെ ബാക്കി ഉണ്ടല്ലോ അതിലേക്ക് ഒരു 3 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് മിക്സിൻ്റെ ജാറിലൊന്ന് പൊടിച്ചെടുത്തിരിക്കണം കേട്ടോ. ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കല ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ ഒഴിക്കണതിലേ എൻ്റെ അടുത്ത് പാലില്ലാതായി. പാലുണ്ടെങ്കിൽ കുറച്ചും പാടൊക്കെ ആ നീരും കിട്ടിയിരുന്നിട്ട്. ആ പാലുണ്ടെങ്കിൽ ഇതിലേക്കൊരു 1/2 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്പൂണ് വെച്ചിട്ടൊക്കെ ഒന്ന് നന്നായിട്ട് ലെവലാക്കി കൊടുക്കും വേണം. അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ്ങിൻ്റെ ഇതുണ്ടല്ലോ തേങ്ങേൻ്റെ മിക്സ്, അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ.
എന്നിട്ട് സ്പൂണ് വെച്ചിട്ട് ഇതുപോലൊക്കെ ഒന്ന് എല്ലാ ഭാഗമൊക്കെ ഒന്ന് തടവി കൊടുക്കണം കേട്ടോ. പാൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്നും പാടിക്കൊരു ലൂസായി കിട്ടിയിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പാൽ ഇല്ലേന്ന്, അത് കാരണമാണ് പിന്നെ കടയിൽ പോകാനായിട്ട് ആളും ഇല്ലേന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തത് കേട്ടോ. ഇതിൽ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് ഈസി കുക്കുമല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. തീ ഒറ്റ കുറവാക്കിയിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെച്ചതിന് ശേഷം തീയൊക്കെ ഒന്ന് കുറവാക്കി കൊടുത്തേക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഈസി കുക്ക് ആദ്യത്തെ കംപ്ലൈൻ്റ് ആയിട്ട് പൊട്ടിയിട്ടായിരുന്നു ആദ്യമൊക്കെ കുറേ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതൊന്ന് മാറ്റിയിട്ട് ഇപ്പോൾ അത് 3-4 ദിവസമായി പുതിയതൊന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് അടുപ്പത്ത് വെച്ചാൽ മതി. തീ കുറവാക്കിയിട്ടാണെങ്കിൽ വേഗം കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ തീയൊന്ന് ഓഫാക്കിക്കണം. ഇനി ഇത് ഒരു പാത്രത്തേക്ക്, വേറെ ഒരു ഫ്രൈഫാൻ്റെ പാത്രത്തേക്ക് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മുന്നേരത്തെ ഒരു വെല്ലടിച്ച് ആരോ വന്നിട്ട് പോയി നോക്കിയപ്പോഴത്തേന് അതൊന്ന് കുറച്ച് ഭാഗം ഒന്ന് കരിഞ്ഞിരിക്കണം കേട്ടോ. അവരിഷ്ടൊന്ന് വർത്താനത്തിൽ പെട്ട കാരണം ഇതിൻ്റെ ഓർമ്മയില്ലേയും താനും. അപ്പോൾ ഞാനിതൊന്ന് കമഴ്ത്തി ഇനിയൊന്ന് ഫ്രൈഫാനിലിട്ടുങ്ങാണ്ട് ഒന്ന് ഗ്യാസുമ്മലാണ്ട് വെച്ച് കൊടുക്കണം. ഈ പാത്രം ഈസി കുക്കുമ്പോൾ പോവില്ല. അപ്പോൾ ഞാനത് തീ പറ്റ കുറവാക്കിയതിന് ശേഷം ഒന്ന് ഗ്യാസുമ്മ വെച്ച് കൊടുത്തതാണ്. ഇനി തീ ഒന്ന് ഓഫാക്കിക്കണം കേട്ടോ. ഇത് ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനൊരു മൊഞ്ചില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ ഇത് കഴിക്കാൻ എന്തുണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ അണ്ടിപ്പരിപ്പും ആണെങ്കിലും മുന്തിരി ആണെങ്കിലും പിന്നെ തേങ്ങയും നെയ്യും പഞ്ചസാരയൊക്കെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്തതല്ലേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.